മക്കളെ, നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് പിന്നിൽ ഒരു അടിപൊളി പ്ലാൻ ഉണ്ടായിരിക്കണം. നമ്മൾ നല്ലൊരു പ്ലാനോട് കൂടിയാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് ഭയങ്കര എഫക്റ്റീവും എഫിഷ്യൻറ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് നന്നായി പ്ലാൻ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണം. നമ്മുടെ വിജയ് ഒരു തമിഴ് ഫിലിമിൽ കണ്ടല്ലോ, ടട്ടട എന്ന് പറഞ്ഞ BGM ഒക്കെ ഇട്ടിട്ട് ഒരു അണ്ടർഗ്രൗണ്ടിൽ പോയി നോക്കുന്നുണ്ടല്ലോ അല്ലേ? അതാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാം വരുന്നത് ഇവിടെ കുറഞ്ഞ സമയമേ ഉള്ളൂ. ഈ കുറഞ്ഞ സമയത്തിൽ നല്ല അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്താലേ ഈ ഒരു ടൈമിൽ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ഓരോ ചാപ്റ്റേഴ്സും. ഈ ചാപ്റ്റേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തരുന്നത്. സോ എന്തെല്ലാമാണ് നിങ്ങൾക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ 9 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആ ചാപ്റ്റർ എത്ര പഠിക്കാനുണ്ട്, അതിൽ എന്തെല്ലാമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്, എക്സാമിന് വരുന്നത് ഏതാണ്, ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഏതാണ്, എത്രയാണ്, എത്ര സമയം പഠിക്കണം, മുഴുവൻ കാര്യങ്ങൾ എന്ത് ചെയ്യും ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങും തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. എന്താ ഇൻട്രൊഡക്ഷൻ ഓഫ് അക്കൗണ്ടിംഗ് ഉള്ളത്? ഇതിൽ എന്താ അക്കൗണ്ടിങ്ങിന്റെ മീനിങ് ഉണ്ട്, അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചസ്, അക്കൗണ്ടിങ് ആരൊക്കെ യൂസ് ചെയ്യുന്നത്, ആരൊക്കെയാണ് അക്കൗണ്ടിങ്ങിന് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നത്, അക്കൗണ്ടിങ്ങിന്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാമാണ്, അതുപോലെ ഒരുപാട് ടേംസ്, അക്കൗണ്ട്സിലുള്ള ഒരുപാട് ടെർമിനോളജീസും ഡെഫിനിഷൻസ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നത്. അതുപോലെ നീഡും പ്രോസസ്സും. ഈ വെള്ള വരയിലിട്ടത്, അതായത് വൈറ്റ് ലൈനിൽ എഴുതി ഒന്നും എന്തില്ല വലിയ ഇമ്പോർട്ടൻസ്, പക്ഷേ റെഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റീവ് ചോദിക്കാറുണ്ട്, യൂസേഴ്സ് ചോദിക്കാറുണ്ട്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, ടേംസ് ഓഫ് അക്കൗണ്ടിങ് എന്ത് ചെയ്ത് ഒരുപാട് തവണ എക്സാം ചോദിക്കാറുണ്ട്. ഇതിലെ ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അസറ്റ്, അതുപോലെ എക്സ്പെൻസ്, പ്രോഫിറ്റ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എക്സാം ചോദിക്കാറുള്ളത്. മാക്സിമം പോയ 4-5 മാർക്കാണ് ഈ ഒരു എക്സാമിന് ചോദിക്കുക. ഈ എക്സാമിന് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ചോദിക്കാറുള്ളത്. വളരെ കുറഞ്ഞ 20 മിനിറ്റോടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ചാപ്റ്റർ പഠിച്ചു തീർക്കണം. അടുത്തത് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഇതിലെ ഗ്യാപ്പ്, അതുപോലെ ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, 13 കോൺസെപ്റ്റ് ഉണ്ട്. ഈ 13 ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അക്കൗണ്ടിങ്ങിന്റെ എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, ഡബിൾ എൻട്രി കോൺസെപ്റ്റ് തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ അക്കൗണ്ടിങ്ങിന്റെ സ്റ്റാൻഡേർഡ് അതങ്ങനെ ചോദിക്കാറില്ല. അതുപോലെ ബേസിസ് ആൻഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അതും അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ GST 1-2 മാർക്കിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. സെയിം ഒരു 4-5 വെയിറ്റേജ് ആണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. വളരെ കുറഞ്ഞ 20-25 മിനിറ്റ്, സത്യം പറഞ്ഞാൽ 1 മണിക്കൂറുകൊണ്ട് ഈ 2 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു തീർക്കാൻ പറ്റിയിരിക്കണം. നെക്സ്റ്റ് ചാപ്റ്റർ 3 and 4 ഇതും ഇതുപോലെ തന്നെയുള്ള റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 ആണ്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് വൗച്ചർ ആണ്, ഇത് 1 മാർക്കിന് ചോദിക്കും. വൗച്ചർ എന്താ എന്നുള്ളൊരു കാര്യം അല്ലേ? എന്താ സോഴ്സ് ഡോക്യുമെന്റ് വൗച്ചർ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അക്കൗണ്ടിങ്ങിന് ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതൊരു 3 മാർക്കിനൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കാറുള്ള ഒരു പോർഷനാണ്. ജേണൽ എൻട്രി 4 അല്ലെങ്കിൽ 5 മാർക്കിന് എക്സാമിന് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു പോർഷനാണ് ജേണൽ എൻട്രി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെഡ്ജർ എക്സാമിന് ചോദിക്കില്ല, ബാലൻസിങ് എക്സാമിന് ചോദിക്കില്ല. പക്ഷേ ഇത് പഠിച്ചാൽ മാത്രമേ ഈ ചാപ്റ്റർ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് പഠിക്കൽ നിർബന്ധം. അപ്പം ഇവിടുന്ന് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒരു ബേസ് വേണം. 6 മുതൽ 8 മാർക്ക് വരെ ഈ ചാപ്റ്റർ എന്ത് ചെയ്യും? ചോദിക്കും. പിന്നെ ഉള്ളത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2. ഇതിലെ ക്യാഷ് ബുക്ക് ഭയങ്കര വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിലെ ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് എല്ലാ വർഷവും ചോദിക്കാറുള്ളത്. സിംഗിൾ കോൾ അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ പെറ്റി ക്യാഷ് ബുക്കും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. പർച്ചേസ് സെയിൽസ് ബുക്ക്, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അതും ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് പഠിക്കണം. ഈ പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ ഈ രണ്ടും എന്ത് ചെയ്യാറില്ല? എക്സാം അങ്ങനെ ചോദിക്കാറില്ല. അതുപോലെ ജേണൽ പ്രോപ്പറും ചോദിക്കാറില്ല. പക്ഷേ ഇവിടുന്ന് എല്ലായിടത്തും ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 2 മാർക്കിന് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ് ക്യാഷ് അക്കൗണ്ടിൽ, എന്താണ് പർച്ചേസ് ജേണൽ പ്രോപ്പറിൽ എന്താണ്, സെയിൽസ് റിട്ടേൺ എന്താണെന്നുള്ളത് ചെയ്യും 1-2 മാർക്കിന് എല്ലാ വർഷവും റിപ്പീറ്റീവ് ആയിട്ട് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന്റെ വെയിറ്റേജ് ഒരു 5 to 7 മാർക്കാണ്. ഇതിന് അത്ര വെയിറ്റേജ് ഇല്ലെങ്കിൽ പോലും ഇതും അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് അല്ല ചാപ്റ്റർ. സെറ്റ് അല്ലേ? ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു മണിക്കൂർ എടുത്ത് സമയം എടുക്കാം. 2 ചാപ്റ്റേഴ്സും 1 മണിക്കൂർ വീതം എടുത്ത് എന്ത് ചെയ്യാം? പഠിക്കാൻ പറ്റും. നെക്സ്റ്റ് 5, 6, 7 ഇത് 3 എന്താണ്? ഒരുപോലെയുള്ള ഒരു ചാപ്റ്റേഴ്സ്. എന്താണ്? ഫസ്റ്റ് 1 ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. വളരെ ഡിഫിക്കൽട്ട് ആയി തോന്നും, പക്ഷേ സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്ററാണ്. എന്താണ് BRS എന്നുള്ളത് പഠിക്കണം. അതിന്റെ ഡിഫറൻസ് അല്ലേ? എന്തുകൊണ്ടാണ് ഈ BRS ഡിഫറൻസ്? സോ BRS അല്ല, ബാങ്കിന്റെയും ക്യാഷ് ബുക്കിന്റെയും ബാലൻസിന്റെ ഡിഫറൻസിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് എല്ലാ വർഷവും മിക്കവാറും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. BRS പ്രോബ്ലം. ഈ പ്രോബ്ലം എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ഇതൊരു 4 മാർക്കും ചോദിക്കും, ഇതൊരു 2-3 മാർക്കും ചോദിക്കും. ഏകദേശം 5 to 6 മാർക്ക് എന്ത് ചെയ്യും? ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാറുണ്ട്. BRS എന്താണെന്നുള്ള അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ BRSന്റെ കോഴ്സസ് എന്ത് ചെയ്യും? ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ട്രയൽ ബാലൻസും റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സും. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിന്റെ വിഷയം റെക്ടിഫിക്കേഷൻ മാത്രമേ എഴുതിയുള്ളൂ. ഇതിന്റെ മീനിങ്ങും ഒബ്ജക്റ്റീവും ഇത് 1 അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. ട്രയൽ ബാലൻസ് ഉറപ്പാ ഒരു 3 അല്ലെങ്കിൽ 4 മാർക്കിന് മിക്കവാറും ചോദിക്കാറുള്ള സാധ്യതയാണ്. പക്ഷേ എറേഴ്സ് ഇത് എല്ലാ വർഷവും ചോദിക്കും. ഇത് മിക്കവാറാണ്, പക്ഷേ ഇത് എല്ലാ വർഷവും ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് എന്ത് ചെയ്യാറുണ്ട്? എക്സാം ചോദിക്കാറുണ്ട്. ഇപ്പം ഈ എറേഴ്സും റെക്ടിഫിക്കേഷനും ഇത് രണ്ടും കൂടിയാണ് 4 അല്ലെങ്കിൽ 3 മാർക്ക് ചോദിക്കാറുള്ളത്. ഇതിൽ റെക്ടിഫിക്കേഷൻ ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എറേഴ്സിന്റെ ടൈപ്സ് ഓഫ് എറർ
എറർ ഉണ്ടല്ലോ, എറർ ഓഫ് കമ്മീഷൻ, പ്രിൻസിപ്പൽ എറേഴ്സ്, അങ്ങനത്തെ എറേഴ്സ് എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചു വെക്കണം. 6 to 7 മാർക്സ്. ഈ 3 ചാപ്റ്റർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിനാണ്. ലാസ്റ്റ് ഡിപ്രിസിയേഷൻ പ്രൊവിഷൻ എറേഴ്സും വലിയ ചാപ്റ്ററാണ്, പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ കുറച്ചേ ഉള്ളൂ. ഇതിന്റെ ഈ ഡിപ്രിസിയേഷന്റെ മീനിങ്, ഫാക്ടേഴ്സ്, കോസസ് എന്താണെന്ന് ചോദിക്കും. അതുപോലെ പ്രൊവിഷന്റെയും റിസർവിന്റെയും മീനിങ് നമ്മൾ പഠിച്ചിരിക്കണം. കാൽക്കുലേഷൻ, ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇതൊരു 2 അല്ലെങ്കിൽ 3 മാർക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ജേണൽ എൻട്രി മസ്റ്റ്, ഇതും ഇതേപോലെ 2 അല്ലെങ്കിൽ 3 മാർക്ക് ചോദിക്കും. അസറ്റ് അക്കൗണ്ട് ഏറ്റവും കൂടുതൽ ഈ എക്സാമിന് ചോദിക്കാറുള്ളത് അസറ്റ് അക്കൗണ്ടാണ്. ഇതൊരു 4 മാർക്കിനൊക്കെ എന്ത് ചെയ്യും സാധാരണ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിൽ ഏതും വരാം, കൂടുതലും അസറ്റ് അക്കൗണ്ട് ആണ് വരാറുള്ളത്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം. പ്രൊവിഷനും റിസർവും ഈ ഒരു പോർഷനിൽ 1 അല്ലെങ്കിൽ 2 മാർക്കിനെ മാക്സിമം ചോദിക്കാറുള്ളൂ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിന്ന് ചോദിച്ചിട്ടുള്ളൂ. വെയിറ്റേജ് 5 to 6 ആണ്. അപ്പൊ ഈ 3 ചാപ്റ്റർ നിങ്ങൾ ഏകദേശം 3/4 മണിക്കൂർ സമയം എടുത്ത് എന്ത് ചെയ്യും പഠിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുക. അപ്പൊ ഏകദേശം 2.25 മണിക്കൂറോട് ഈ 3 ചാപ്റ്റർ എന്ത് ചെയ്യും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നെക്സ്റ്റ് ലാസ്റ്റ് 2 ചാപ്റ്റർ ഏറ്റവും വലിയ 2 ചാപ്റ്റേഴ്സ് ആണ്. ഇതിൽ 9ാമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 1. ഇതിൽ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് പറയുന്നുണ്ട്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടിന് ശേഷം ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ക്വസ്റ്റ്യനും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ക്വസ്റ്റ്യനും ഇതാണ് ഈ എക്സാമിന് എല്ലാ വർഷവും ചോദിക്കാറുള്ളത്. 4 അല്ലെങ്കിൽ 5 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത് മൂന്നെണ്ണം എക്സാമിന് എന്തെങ്കിലും വരൂല. എക്സാമിന് വരില്ല എന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിന് വരൂല, പക്ഷേ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ പഠിക്കണം. ഈ 3 പഠിച്ച് അടുത്ത ചാപ്റ്ററിൽ അഡ്ജസ്റ്റ്മെന്റും കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക 8 മാർക്ക് ചോദിക്കുക. അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 6 മാർക്കിനെ മാക്സിമം ചോദിക്കുകയുള്ളൂ. അത് കൂടുതലും ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും പിന്നെ ഇതിന്റെ ഒബ്ജക്റ്റീവ് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക. പക്ഷേ ഇവിടുന്ന് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്, ഈ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും അതിലെ അഡ്ജസ്റ്റ്മെന്റും കൂടി കൂട്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ് എന്ത് ചെയ്യും 8 മാർക്കിന് ചോദിക്കും. അതുപോലെ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. അഡ്ജസ്റ്റ്മെന്റ് എന്ത് ചെയ്യും സെപ്പറേറ്റ് ആയി ചോദിക്കും, സെപ്പറേറ്റ് പുറത്ത് എന്ത് ചെയ്യും എല്ലാതെയും ചോദിക്കും. സോ അഡ്ജസ്റ്റ്മെന്റ് വെച്ച് സെപ്പറേറ്റ് ആയിട്ടും ഈ അഡ്ജസ്റ്റ്മെന്റോട് കൂടിയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ചോദിക്കും. സോ അങ്ങനെ മൊത്തം ഏകദേശം എന്ത് ചെയ്യും 9 മുതൽ 10 മാർക്ക് വരും. നിങ്ങൾക്ക് ഏകദേശം എന്ത് ചെയ്യും ഈ 40 മാർക്കിലെ 58 മാർക്കോളം എന്ത് ചെയ്യും നിങ്ങളുടെ ഈ ഒരു എത്ര ചാപ്റ്ററിനായി വരും 9 ചാപ്റ്ററിനായിട്ട് വരും. സോ നന്നായിട്ട് പ്ലാനോട് കൂടി ഈ ഒരു ചാപ്റ്ററൊക്കെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്യും ഒരു 1.25 മണിക്കൂർ എടുത്ത് അല്ലെങ്കിൽ 1.5 മണിക്കൂർ വരെ സമയം എടുക്കാം. ഇതും ഏകദേശം 1.5 മണിക്കൂർ മുകളിൽ എടുക്കാം. കാരണം ഈ 8 മാർക്കിന് ക്വസ്റ്റൻ ഒക്കെ 1-2 തവണ ചെയ്യുമ്പോൾ നല്ല ടൈം എടുക്കും. പക്ഷെ ഒരു 4-5 തവണയെങ്കിലും ഇത് നിങ്ങൾ ഫൈനൽ എക്സാം തന്നെ ചെയ്തിട്ട് നിങ്ങളെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഫൈനൽ എക്സാമിന് വെറും 10 മിനിറ്റിന്റെ താഴെ സമയം കൊണ്ട് ഈ ഫുൾ 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. സെറ്റല്ലേ? സിമ്പിളാണ്. ഈ ഒരു പ്ലാനോട് കൂടി എങ്ങനെ പഠിക്കണം എന്നുള്ള പ്ലാനോട് കൂടി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിനും ഇംപ്രൂവ്മെന്റ് എക്സാമിനും നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാമിന് പഠിക്കുക. സെറ്റല്ലേ മക്കളെ? അപ്പം എന്ത് ചെയ്യാം, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.